ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫിനെ അപായപ്പെടുത്താൻ മുഖ്യപ്രതി ജോമോൻ മുൻപ് 3 തവണ ക്വട്ടേഷൻ നൽകിയെന്ന് അയൽവാസിയുടെ വെളിപ്പെടുത്തൽ. കൊച്ചിയിലെ ഗൂണ്ടാ തലവനാണ് ക്വട്ടേഷൻ നൽകിയതെന്ന് അയൽവാസി പ്രശോഭ 24നോട് പറഞ്ഞു. കൊല്ലപ്പെട്ട ബിജു ജോസഫിന്റെ സംസ്കാരം ഇന്ന് തൊടുപുഴ ചുങ്കത്ത് നടക്കും. തൊടുപുഴയിലെ ബിജുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഈ പ്രതികളുടെ കുറ്റസമ്മത മൊഴി ഉൾപ്പെടെ അതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി വരാനുണ്ട്. അതിൽ പുറത്തേക്ക് വന്ന പല കാര്യങ്ങളും അത് അർത്ഥസത്യമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ആൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ പ്രതികളെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ പ്രതികളുടെ മൊഴി എങ്ങനെയായിരുന്നു? അത് പോലീസിനോട് അവർ പറഞ്ഞിരിക്കുന്ന ഏത് രീതിയിലാണെന്നൊക്കെ അറിയാം. ബിജുവും ജോമോനും തമ്മിലുള്ള സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് മുമ്പേ തന്നെ അറിയാവുന്ന കാര്യമാണ്. അതിൽ ഇടപെട്ടിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ അതൊന്നും പരിഹരിക്കപ്പെട്ടില്ലായിരുന്നു. പരിഹരിക്കപ്പെടാതെ വരികയും ചെയ്തു. മാത്രമല്ല, ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത് 3ാമത്തെ അറ്റംപ്റ്റിലാണ് ഈ കാര്യം നടക്കുന്നത്. 3 കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള രൂപത്തിലാണ് ജോമൻ പറയുന്നത്. ഈ കണ്ടെയ്നർ സാബുവിൻ്റെ സംഘാംഗമായിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ഈ 3ാമത്തെ കൊട്ടേഷൻ വരുന്നത്. ആ കൊട്ടേഷനിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. കൊല്ലാനുള്ള ഉദ്ദേശമില്ലായിരുന്നു. പക്ഷേ പിടിച്ച് വണ്ടിയെ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾ നിലവിളിച്ചപ്പോൾ കഴുത്തി ചവിട്ടി പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കലയന്താനി എന്ന് പറയുന്ന സ്ഥലം വരെ കോലാനിയിൽ നിന്ന് പോകുമ്പോൾ അത്രയും ദൂരം ചവിട്ടി പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മരണം ഉണ്ടായിരിക്കുന്നത്. കൊല്ലാനുള്ള ഉദ്ദേശമില്ല എന്നുള്ളതാണ് പ്രതിയായിട്ടുള്ള ജോമോൻ സംസാരിച്ചപ്പോഴും പറയുന്ന ഒരു കാര്യം. അവിടെ കൊണ്ടുപോയി ബന്ദിയാക്കി വെച്ച് ഈ സാമ്പത്തിക തർക്കങ്ങളിൽ ടോർച്ചർ ചെയ്ത് പൈസ മേടിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. കൊട്ടേഷൻ ടീമിന് 6 ലക്ഷം രൂപ ആണ് പറഞ്ഞുറപ്പിച്ചത്. 12,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. അത് ബാക്കി പൈസ ഈ പണം കിട്ടിക്കഴിയുമ്പോൾ കൊടുത്താൽ മതി എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞിരുന്നത്. മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ പിന്നെ മറവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വന്നു. അപ്പോൾ അതിന് പറ്റിയ സ്ഥലം ഈ ഗോഡൗണാണ്. അതിനകത്ത് ഈ ഡ്രെയിനേജ് ഉള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അവിടെയാണെങ്കിൽ കൂടുതൽ സേഫ്റ്റിയാണ് എന്നുള്ള രൂപത്തിലാണ് അവിടെ മറവ് ചെയ്യുന്നത്. അപ്പോൾ പോലീസ് ആ സമയത്ത് വന്ന് അകത്തേക്ക് കയറേണ്ട സാഹചര്യമില്ല. അവർക്ക് ഒരു പ്രതി എന്നുള്ള രൂപത്തിൽ അവർ ഉദ്ദേശിച്ച ആളെ കിട്ടി. അന്നേരം തന്നെ അവർ പോവുകയും ചെയ്തു. അപ്പോഴും അകത്ത് ഈ മറവ് ചെയ്യുക എന്നുള്ള സംഭവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്.